ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം വിവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗണേശ്വര, ഓം പരമേശ്വര, ഓം പാർവദേവി മേ ഭഗവതി ഋഷിമേ, ഓം സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പസ്വാമി, ലക്ഷ്മി, ദുർഗാദേവി. വളരെയധികം രാജയോഗം നൽകുവാൻ പാകമാകുന്ന ഗ്രഹങ്ങളാണ് ഇവ രണ്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ വലിയ അനുഗ്രഹം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ് ആദ്യമായി നമുക്ക് നോക്കാനുള്ളത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിലൂടെ അനുഭവ വേദ്യമാകുന്നത് തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവരുടെ 10ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം വന്നു ഭവിക്കാൻ പോകുന്നത്. 10ാം ഭാവത്തിലായതുകൊണ്ട് തന്നെയും സർവഭാഗ്യ സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിലേക്കാണ് ഈ രാശിക്കാർക്ക് ചെന്നെത്താൻ കഴിയുന്നത്. എന്തിനും ഏതിനും വലിയ ഭാഗ്യം, തൊടുന്നതെന്തും സൗഭാഗ്യമായി മാറുന്ന രാശിക്കാരായി മാറുകയാണ് മേടക്കൂറിലെ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾ. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ഭവിക്കാനും തൊഴിലിൽ ശമ്പള വർധനവ് അനുഭവിക്കുവാനും ഇവർക്ക് യോഗമുണ്ടാകുന്നു. അതുപോലെ തന്നെ കരിയറിൽ വഴിത്തിരിവാകുന്ന വലിയ ജീവൻ സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് വന്നു ചേരുകയാണ്. ബുധാദിത്യ രാജയോഗം ഈ രാശിക്കാരെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഭാഗ്യദായകമായ ഒരു പോക്കാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറ്. ബുധൻ മിഥുനത്തിൻ്റെ അധിപനായതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാരായ നക്ഷത്രജാതർക്ക് വമ്പൻ സൗഭാഗ്യങ്ങളാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അഥവാ ശാസ്ത്രകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ 2026 സൗഭാഗ്യങ്ങൾ നൽകുന്ന വർഷമായി മാറുക തന്നെ ചെയ്യും. വളരെ ഗംഭീരമായിരിക്കുന്ന ആശയവിനിമയത്തോടു കൂടിയുള്ള ബിസിനസ്സുകൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യങ്ങൾ നൽകുന്നതിന് കാരണമാകും.
ചെറിയ ചെറിയ ബിസിനസ്സുകളാണെങ്കിൽ പോലും ജീവിക്കുവാൻ ഉതകുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ഈ രാശിക്കാരുടെ കൈകളിലേക്ക് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നു എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് രംഗത്തും MBA ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, BBA ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, CA ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിഗംഭീരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഉയർച്ചയാണ് 2026 വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ലാഭത്തിൻ്റേതായിരിക്കുന്ന ഒരു പെരുമഴ തന്നെയാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. മിഥുനം രാശി എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്വർഗരാശിയായി മാറുന്ന ഒരു തലത്തിലേക്കാണ് ബുധാദിത്യ രാജയോഗം ഈ രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള വിജയമാണ് മിഥുനം രാശിക്കാർക്ക് 2026 വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയുള്ള മുന്നോട്ടുള്ള പോക്ക് ഈ കൂറുകാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് നേടിക്കൊടുക്കുവാൻ പോകുന്നത്. വളരെ നല്ല യാത്രകളിൽ ബന്ധപ്പെടാനും ആ യാത്രകളിലൂടെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുവാനും ആ സൗഹൃദങ്ങളിലൂടെ ഒരുപാട് ഉയർന്ന മേഖലകളിലേക്ക് ചെന്നെത്തുവാൻ കഴിയുന്നതുമായിരിക്കുന്നൊരു അന്തരീക്ഷം തീർച്ചയായും ഈ രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. മുൻപ് മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയും. കന്നിക്കൂറുകാരുടെ ജീവിത വ്യവസ്ഥയിൽ വളരെ ആഹ്ലാദകരമായ കുടുംബജീവിതവും ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതവും ഇവർക്ക് ഉണ്ടാകും എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. തീർത്ഥാടന യാത്രകളൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയകരമായി പഠനം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലെത്തിച്ചേരും. ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ 2026 ലഭിക്കാൻ പോകുന്നത്. ഉത്രം കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന ചിങ്ങക്കൂറാണ് അടുത്തത്. സൂര്യൻ രാശ്യാധിപനായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. ആത്മവിശ്വാസത്തിൻ്റെ വർധനവ് ഇവരുടെ ജീവിതത്തിൽ വിജയകരമായ പല വഴികളും ഇവർക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം പ്രശംസകളും അംഗീകാരങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026. പോലീസ്, പട്ടാളം, അധ്യാപക രംഗത്ത് നിൽക്കുന്ന ഇവർക്ക് പ്രശംസാപത്രവും അതുപോലെ ഉയർന്ന സ്ഥാനമാനങ്ങളും ലഭിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ഈ രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂർ അഥവാ ധനുരാശിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയാണ് 2026 ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വലിയ ലാഭം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ ഈ രാശിക്കാർ പരിശ്രമിക്കും. വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുവാൻ കഴിയുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വളരെയധികം സന്തോഷവും ശാന്തിയും അനുഭവിക്കുന്ന രാശിക്കാരാണ് ധനുക്കൂറുകാർ. തീർച്ചയായും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ധനുക്കൂറുകാർക്ക് വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കും. അതുപോലെ ശമ്പള വർധനവൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു കാലമായിട്ട് 2026 എത്തിച്ചേരുന്നതിന് കാരണം ബുധാദിത്യ രാജയോഗം തന്നെയാണ്. അവിട്ടം പകുതി ചതയം പൊരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭക്കൂറാണ് അടുത്തത്. സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും സ്വത്ത് സമ്പാദനത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ കുംഭക്കൂറുകാരായ ഈ നക്ഷത്രജാതർക്ക് വന്നു ചേരുന്നത്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ഇവർക്ക് അത് നടക്കുമെന്ന് മാത്രമല്ല, വിദേശത്തെത്തിയാൽ വളരെ യോജ്യമായിരിക്കുന്ന സമ്പത്ത് കൂടുതൽ ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, അവരാഗ്രഹിക്കുന്ന വിദേശ രാജ്യത്തിലേക്ക് പോകുവാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. ബുധാദിത്യ രാജയോഗത്തിലൂടെ അത്രയേറെ വലിയ അനുഗ്രഹമാണ് കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുന്നത്. വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ മാറി വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കം നടക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷകളിലുമൊക്കെ വമ്പൻ വിജയം ഉറപ്പായും ഇവർക്ക് ലഭിക്കും. യുവാക്കൾക്ക് ഏതുതരം പരീക്ഷ എഴുതിയാലും ആ പരീക്ഷകളിലെല്ലാം തന്നെ വിജയിക്കുവാനും അവരുടെ ആഗ്രഹം പോലെ ഉയർന്നുയർന്ന് മുൻപോട്ട് പോകുവാനും കഴിയും. തൊഴിലവസരങ്ങൾ ഉറപ്പായും അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ മിലിറ്ററി, അതുപോലെ തന്നെ യൂണിഫോം ഫോഴ്സുകൾ,
അത്തരം ജോലിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായും പ്രൊമോഷൻ സാധ്യത, ശമ്പള വർധനവ് തുടങ്ങിയവ ഉറപ്പായും ഉണ്ടാകും. ബുധാദിത്യ രാജയോഗം തീർച്ചയായും പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇവർ എത്തിച്ചേരുക തന്നെ ചെയ്യും. ദോഷ പരിഹാരത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലും തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. എല്ലാ നന്മകളും ഈ രാശിക്കാർക്കുണ്ടാകട്ടെ, ഈ നക്ഷത്രജാതർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.